അപ്പോൾ നമ്മൾ മാങ്ങ വെച്ചോ. റെഡിയല്ലേ സാധനം? അപ്പോൾ പെരുത്തൊരു ബീഫിൻ്റെ കാല് ഉരുകൊണ്ടുന്നുണ്ട്. സാധനം കുറച്ചേ ഉള്ളൂ. പോരാത്തതിന് ഒരു 3-3.5 കിലോ മാങ്ങ. സംഭവം കുറേയുള്ള മാതിരി തോന്നുന്നാലും ഇതിലൊന്നുമില്ല, പുറത്ത് തോന്നും. ഈ സാധനം വെച്ചിട്ട് നമ്മൾ നാടൻ ബ്ലോഗേഴ്സ് അല്ല ബീഫ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ്. സാധനം എന്താ പാടെന്ന് അറിഞ്ഞൂടാ, ഒരു പരീക്ഷണമാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്വാണ്ടിറ്റി കമ്മിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം കൂട്ടിയാലും അതിലും സംശയിക്കേണ്ട. സാധനം എന്താ ഉണ്ടാവാൻ അറിയാനുള്ളൊരു ത്വര കൊണ്ടൊരു പരീക്ഷണം നടത്തുകയാണ്. അല്ല പരിപാടി? തൈര് ഒഴിക്കില്ല കേട്ടോ. ചിലപ്പോൾ തൈര് ഒഴിക്കൂല, കാരണം ബീഫും പുളിമ്പാടെ ചേർത്തിട്ട് ഇനി അതിൻ്റെ ഒരു ഇംഗിതം വേണ്ടച്ചിട്ടാണ്. എന്നുണ്ടെങ്കിലും പോരെ. ഒന്ന് കിളമ്പി വിട്ടോളെ. ഒരു ലസ്സേ മസാലപ്പൊടികൾ കേട്ടോ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു ലസ്സം മീറ്റ് മസാല, ഇത്ര മതി. ഇത് പിടിച്ചാൽ ഒരു സാധനം നേരെ ഇതാക്കി ഇവിടെ കടന്നൊന്ന് വേവണം. മാങ്ങ പിരിയല്ലേ? ചിന്തിയ കിട്ടുമോ? പീച്ചെടുത്തിട്ടോ അല്ലാണ്ട്. അപ്പോൾ ഒരു ഉരുളി, ഒരു ലേശം എണ്ണ കേട്ടോ, കേട്ടോ ഇഞ്ചിയും പച്ചമുളകും ചെറുതായി മൂപ്പിക്കണം. അപ്പോഴേ ഒരു ചെറിയ ഗെയിമിനെ കുറിച്ച് പറഞ്ഞുതരാൻ വന്നതാണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് മോസ്റ്റ് ബെറ്റ്. അപ്പോൾ അതിലൊരു അടിപൊളി ഗെയിമാണ് പ്ലിങ്കോ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സംഭവം. ഈ ഗെയിം കളിക്കാൻ ഭയങ്കര സിമ്പിളാണ്, അധികം പണിയൊന്നുമില്ല. നമ്മൾ കുറച്ച് ടോപ്പിൽ നിന്ന് കുറച്ച് ചിപ്പുകൾ റിലീസ് ചെയ്യും. അതിങ്ങനെ അവിടുത്തെയും ഇവിടുത്തെയും കുറ്റികളിലൊക്കെ തട്ടിയിട്ട് താഴത്തുള്ള കുറച്ച് ബോക്സുകൾ വന്ന് വിടും. അതിനനുസരിച്ച് നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാം. അതാണ് ഈ പരിപാടി. അപ്പോൾ മോസ്റ്റ് ബെറ്റിൽ തന്നെ ഏവിയേറ്റർ പറഞ്ഞ ഗെയിം അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. പക്ഷേ ഈ പ്ലിങ്കോ എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും വേണ്ടി എത്തിയിട്ടില്ല. ഏവിയേറ്ററിനെ വെച്ച് നോക്കുമ്പോൾ ചിപ്പുകൾ വീണനുസരിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പ്രഡിക്ഷൻ നടത്തിയിട്ട് അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ മോസ്റ്റ് ബെറ്റ് പറഞ്ഞ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം കളിക്കാൻ. അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ വയ്ക്കുക മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുക. അവരുടെ പ്രൈവസി പോളിസിയൊക്കെ നേരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഗെയിമിനെ കുറിച്ച് നേരെ അറിഞ്ഞിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുക. ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ വയ്ക്കണം. സ്വന്തം റിസ്ക് കളിച്ച് പൈസ ഉണ്ടാക്കുക. ലക്ഷം വെള്ളം ഒഴിച്ചാ എന്നിട്ട് ഇതാവട്ടെ. മതി കേട്ടോ. ഇപ്പം മാങ്ങാൻ മൂഞ്ചല്ലേ വേട്ടോ. തേങ്ങ, പച്ചമുളക്, ചെറുള്ളി, ജീരകം, ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടുള്ള അരപ്പാണിത്. അപ്പോൾ കുറച്ചിട്ടോ. അയ്യോ നല്ല കൂട്ടുനായ. കരടേ മണം മാറി വന്നു. നേരെ സാധനം വെച്ചോ. ബീഫ് ഒന്ന് സാധനം ഒന്ന് സെറ്റായി കൊടുത്താൽ വേഗം വാങ്ങാം കേട്ടോ. കറിവേപ്പിൻ്റെ ഇല, കടുക്, മുളക്, ഇത്രയും സാധനം വറുത്തിട്ട് ചെറുതായി ഇതിൻ്റെ മേലെ കൂടെ. അപ്പോൾ ഇതോടുകൂടി പരിപാടി കഴിഞ്ഞു. ഇനി കഴിക്കുള്ള പരിപാടി. ബെഗെടുത്ത വിളമ്പ വാങ്ങണ്ടേ? പറ്റുള്ളൂ. മാങ്ങ ഉണ്ടാക്കി നോക്കില്ല. സാധനം റെഡിയാ? എടുത്തോ. ആദ്യം തന്നെ മാങ്ങ വെക്കാം. മാങ്ങ രസമുണ്ട്.
മാങ്ങ ചെറിയ ചൂടിന് വേല കുറയ്ക്കൊന്നുമില്ല. ബീഫ് ആണോ? പരീക്ഷണാണ്, പറയാൻ പറ്റൂലേ. അതിനൊപ്പം കൂടി ഒരു ചോറിന ഉണ്ട്. ബീഫ് മാത്രം ഒരു പീസും കൂടി നോക്കിയോട്ടെ. ബീഫുമ്പിൽ എന്തായാലും ലൈറ്റ് ഫ്ലേവർ വരുന്നുണ്ട്. സംഭവം അലമ്പൊന്നുമില്ല. പക്ഷെ കറി വല്ലാണ്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുമോന്ന് അറിയണില്ല. നോക്കട്ടെ, മിക്സ് കഴിക്കാൻ പറ്റില്ല. നോക്കാലോ. ബീഫ് സെപ്പറേറ്റും മാങ്ങ സെപ്പറേറ്റും കുഴപ്പമില്ല. ചോറും ഇനി ബീഫ് സെപ്പറേറ്റ് നമ്മൾ വേവിച്ചുകൊണ്ടാണെന്ന് അറിയില്ല. ബീഫിന് വലിയ പ്രശ്നം കാണാനില്ല. പക്ഷേ അരപ്പുണ്ടല്ലോ, അരപ്പിൻ്റെ ഒപ്പം കയറുമ്പോൾ വലിയ മേനൊന്നുമില്ല അല്ലേ. കൂട്ടിപ്പിടിക്കാൻ അത്ര വലിയ സംഭവമൊന്നുമില്ല. പക്ഷെ മാങ്ങയും ബീഫും ചോറും സാധനം പോകുന്നുണ്ട്. മിക്സഡ് ചോക സാധനത്തിൽ നന്നായിട്ട് പോകുന്നുണ്ട്. ഒരു മാങ്ങ കൂടി പോട്ടെ. അരപ്പേ ബീഫിന് മാത്രമേ പറ്റാത്തുള്ളൂ, പക്ഷെ മാങ്ങയ്ക്ക് പറ്റുന്നുണ്ട്. പിന്നെ മാമ്പഴപ്പുളിശ്ശേരിക്കും തൈര് വേണം. അത് നമ്മൾ കയറ്റിയിട്ടില്ല, ഒരു കുറവില്ലേ. അതുകൊണ്ട് വെച്ചിട്ട് ഛർദ്ദിക്കാൻ ബീഫിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കമ്മട്ടടിക്കും, ഒന്നും നോക്കാല്ല. ബീഫ് കഴിഞ്ഞിട്ടോ. നമുക്ക് വെള്ളങ്ങളൊക്കെ മിക്സ് ചെയ്യാം, ഫുഡിലങ്ങനെ മിക്സ് ചെയ്യാൻ പാടില്ല. കഴിക്കാൻ പറ്റാത്ത രീതിയിൽ മൂഞ്ചിട്ടൊന്നുമില്ല, ചെറുതായിട്ട്. ഫുഡിൻ്റെ ഒപ്പം വെള്ളം കുടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്. ഒന്നെങ്കിൽ മുന്നേ വെറും വയറ്റിൽ, അല്ലെങ്കിൽ ശേഷം. ഒപ്പം കുടിക്കാൻ എനിക്കിഷ്ടം. ഈച്ച മാസമാണ് തേങ്ങ മൂടുന്നത്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ പരിപാടി ഇവിടെ ചേർക്കാണ്. ലൈക്ക്, ഷെയർ, സബ് അങ്ങനത്തെ എന്താ വെച്ചാൽ ഉണ്ടേ തരിക. പറഞ്ഞിലും പറയേണ്ട കാര്യമായിട്ട് എന്താ ഭ്രാന്തല്ലേ. നമ്മുടെ ഭ്രാന്ത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ ഒരു വൈബിനെ അങ്ങനെ കഴിച്ചു പോവാം, പ്രത്യേക കാര്യമൊന്നുമില്ല. അപ്പോൾ സബ് ചെയ്തിട്ട് ഇറങ്ങി പോവാം, പ്രത്യേകിച്ചൊരു തേങ്ങയില്ല. അപ്പം അങ്ങനെ ചിക്കൻ കറി കൊടുക്കുന്നു. ചിക്കൻ കറി